പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത്രയും കാലം നിങ്ങൾ കണ്ട മരമാടനും മാക്രിയും ഒക്കെ നടത്തിയ ഉത്സവം ഇതേ KDN കമ്പനി നടത്തുന്ന ഉത്സവ. നടക്കാൻ പോകുന്നത് ചീള് വെടിക്കെട്ടൊന്നുമല്ല, കണ്ണൻ ചപ്പിക്കുന്ന ബോംബേറ്. ആകാശത്തിന് താഴെ എന്തെല്ലാം പോക്കൃത്തരങ്ങളുണ്ടോ അതെല്ലാം പൂന്തു വിളയാടുന്ന പുണ്യ പുരാതന സ്ഥലമായി ഇവിടം. പെരിയോർകളെ, കുഴന്തകളെ, ഇത് സന്തോഷിക്ക വേണ്ട നാൾ. എല്ലാവരും ആടണം, പാടണം. ഇതിനു വേണ്ടിയാ ഞാൻ കൂടെ വന്നത്. ചെറിയ ചെറിയ വികൃതികളൊക്കെ കാണിക്കുന്നത് എന്തിനാന്നറിയോ? തല്ലാനാണെങ്കിലും കണ്ണേട്ടനൊന്ന് എന്റെ അടുത്ത് വരുമല്ലോ. താനെന്താ എപ്പോഴും ഇങ്ങനെ സാഡായിട്ടിരിക്കുന്നത്? ഞാനോ? നോമാൻ. എടോ മേനെ, ഒളിച്ചോട്ടം ഭീരുത്വമാണ്. ഞങ്ങൾ ക്ഷത്രിയന്മാർക്ക് പറഞ്ഞിട്ടുള്ളതല്ല പേടി. കൊള്ളാം, പഴയ സ്വഭാവം വിട്ടിട്ടില്ലല്ലേ? പക്ഷേ പണ്ട് നടുറോട്ടി കിടന്ന് തന്റെ കയ്യിൽ നിന്ന് തല്ലു മേടിച്ച സഞ്ജീവ് അല്ലത്. തന്നെ കൊണ്ട് ഒക്കെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്ക്. ഞാനും അരക്കായി നോക്കാം. ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് മോനെ. പക്ഷെ ഇനി മുതല് എന്ന് ഞാൻ തോറ്റു തരട്ടെ. എന്റെ സുഹൃത്താണ്, മത്സരിക്കുകയാണ്. അത് ശരി. നാട്ടിൽ ഇത്രയും വലിയ ബന്ധങ്ങളുള്ള ആളാ ഇവിടെ വന്ന് കുബൂസും തൈര് അടിച്ചോണ്ട് നടക്കണം. കഷ്ടം. എന്ത് പറ്റിയടാക്കു? ടിക്കറ്റ് കിട്ടിയില്ലേ? താങ്ക്സ് ഡാ. 2 ടിക്കറ്റ് ഞങ്ങൾക്ക് തന്നിട്ട് ബാക്കി നീ ബ്ലാക്കിന് വിറ്റോട്ടെ. നിന്നെ സിനിമയിലെടുത്തടാ. നമ്മൾ തമ്മിൽ ഇത്രയും പെട്ടെന്ന് ലവ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കൈകേട്ടില്ലേ വിളിക്കുന്നത്? എന്താ വന്നാല്? എനിക്ക് പറ്റില്ല. ഇയാള് വേറെ ആളെ നോക്കിയോ? അതൊന്നും പറഞ്ഞാ പറ്റില്ല. എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടു. അത് കണ്ടാലേ ഇത് വെറും കാലിത്തൊഴുത്ത. വീട് മുഴുവൻ പൊട്ടിയും പൊളിഞ്ഞും അഴുക്കും പിടിച്ചു കിടക്ക. ഇവിടെയാണ് നമ്മൾ താമസിക്കുന്ന നിയമനം അറിഞ്ഞാ മോശമല്ലേ? നീക്കാരുടെ മുമ്പിൽ ഷൈൻ ചെയ്തോ, പക്ഷേ ചൊറിയരുത്. എല്ലാവർക്കും എന്ന പോലെ എനിക്കും എന്റെ കുടുംബം വലുതാണ്. അത് തകരാതിരിക്കാൻ ഞാൻ എന്തും ചെയ്യും. അവിടെ എന്റെ മുന്നിൽ ശരികൾ മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ മത്സരത്തിന് നീ 2 ഇഡ്ഡലിക്കാ തോറ്റുപോയത്. അത് നല്ല റിഹേഴ്സൽ ഇല്ലാത്ത കാരണമാണ്. ഇത്തവണ പിടിക്കണോടാ? അത് ഞാൻ പിടിക്കും. എടാ റോയ്, നിന്റെ കക്ഷി ലാൻഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഡോക്ടർക്ക് ഇന്ന് മുതൽ പണി തുടങ്ങാം. ഗ്രൂപ്പിൽ ഇടിവെട്ട് പ്രൊഫസർ വന്നിരിക്കുന്നു. അങ്ങനെ ഒരു സംസാരം ഉണ്ട് കുട്ടികളുടെ ഇടയിൽ. HOD ചെറിയൻ സാറാണെങ്കിലും മാഷാണ് ഇപ്പോൾ ഞങ്ങളുടെ ലീഡർ. പിന്നെ ഞാൻ ആരാണെന്ന് അറിയാനുള്ള നിന്റെ ഈ എന്റെ പുറകിലുള്ള നടപ്പുണ്ടല്ലോ, വേണ്ട, അതങ്ങ് നിർത്തുന്നതാ നല്ലത്. എനക്കേടിന്റെ അസുഖം ഉണ്ടെന്നാ തോന്നുന്നേ. ഇമ്മണി വ്യായാമം കൊടുക്കല്ലേ? പിന്നെന്താ? കൊട്ടാരം നമ്മുടേതാകും വച്ചാ. പഠിച്ചോനെ, എന്തെങ്കിലും ഒന്ന് നടന്നു കിട്ടിയാ മതിയായിരുന്നു. അല്ല കുട്ട, എനിക്കൊന്നും പറയുന്നില്ലേ? തന്റെ തന്തയ്ക്ക് പറഞ്ഞാലാ മതിയാ? അല്ലെങ്കിൽ ഇവരെ തങ്ങളുടെ ആശയങ്ങൾക്ക് ഒരു വിലയില്ലല്ലോ ഈ നാട്ടിൽ. ഇവനൊക്കെ രക്തം ഉണ്ടോടി? ഇതാരാ? ഞാൻ ഇപ്പൊ വിചാരിച്ചതേ ഉള്ളൂ. നടക്കില്ല മോനെ. അത് പിന്നെ എനിക്ക് അറിയാൻ പാടില്ലേ. ഈ റിസ്ക് എടുത്ത് സക്സസ് ആവുന്നതാ അതിന്റെ ഒരു ഹരം. ചവയ്ക്കാൻ കൂടണോ? പിന്നെന്താ കൂടാലോ. ഒരു രസാണ്. മരമായാലും മനുഷ്യനായാലും അതാ അതിന്റെ ധർമ്മം കാണിക്കണം. ഇല്ലാച്ച കടയോടെ വിഴുതെറിയാ, അത്ര തന്നെ. അതെന്നെ ഉദ്ദേശിച്ച് പറഞ്ഞല്ലേ. റോസിക്കന്റെ സ്വഭാവവും പ്രവർത്തികളും ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് റോസ് എങ്ങോട്ടെങ്കിലും പൊക്കോളൂ. നീ എത്ര ആളുണ്ടാവും ഇവിടെ? ജോലി കിട്ടിയാ പിന്നെ ഞാൻ ഇവിടെ തന്നെയല്ലേ. കിട്ടിയില്ലെങ്കിലോ? താഴ്ത്തുനിന്ന് എല്ലാരും പറഞ്ഞ അങ്ങോട്ട് കയറണ്ടാണ്. കൗതുക ലേശം കൂടുതലാണ്. മാപ്പാക്കണം. മേത്തോട്ടുള്ള കളിയൊന്നും വേണ്ടെന്ന് പറഞ്ഞേക്ക്. ഇങ്ങനെ ഇരിക്കണമെന്ന് നോക്കണ്ട, ആള് ഭയങ്കര ചൂടാണ്. എല്ലാരോടും എന്താണെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് ചെയ്യണം. അവന്റെ ഇടിയെന്ന് വെച്ചാ എനിക്ക് ഓർക്കാൻ കൂടി പോയി. അപ്പബോധം കിടും. ഇത്രയും കാലമില്ലാതെ ഇപ്പൊ കുടുംബസ്നേഹം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വന്ന് കയറി അധികാരം കയ്യിലെടുക്കാനുള്ള ഏർപ്പാടേ. അത് വലിയ പ്രശ്നം അല്ലേ? അതെ പ്രശ്നം. ഞാൻ വാർത്തയിൽ ഇടം പിടിക്കാനും സ്ഥാനങ്ങൾ നേടിയെടുക്കാനും ഏത് പട്ടിക്കും പറ്റുമെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ചെറുതാണെങ്കിലും ബോഡി അർണോൾഡിന്റെ നേരത്തെ എത്തിയോ? സോറി, ഞാനൊരല്പം വൈകിപ്പോയി. അത് സാരമില്ല. വലിയ വലിയ താരങ്ങൾക്ക് വേണ്ടി നമ്മളെ പോലുള്ള ചെറിയ നടന്മാർ വെയിറ്റ് ചെയ്യുന്നത് സിനിമാ സെറ്റിൽ സഹജമല്ലേ. സ്റ്റേഷനിൽ കയറാനുള്ള ഒരു യോഗ അവനുണ്ടായിരുന്നു. അതിങ്ങനെ പോയതാണ്. ഞങ്ങളെ പോലുള്ള പാവങ്ങളുടെ മെക്കിട്ട് കയറുന്ന, ഞങ്ങളെ മാന്യമായി ജീവിക്കാൻ സമ്മതിക്കാത്ത ഇവനെയൊക്കെ MG റോഡിൽ നാട്ടുകാരുടെ ചാമ്പലാക്കണം എന്നാണ് എന്റെ ആത്മാർത്ഥമായ അഭിപ്രായം. നിനക്കെന്റെ സ്വഭാവം അറിയാലോ. നീ വിവരം അറിയും. നമ്മളോടെ കളി
ഇവനാരാ വടിവേലു പഴുത്ത പോലുണ്ടല്ലോ. താഴെ മാത്രമല്ല മേളിലോട്ടും. പിന്നെ നമ്മൾ ഒരുമിച്ച് പഠിച്ചതാണെന്ന് വേറെ ആരോടും പറയണ്ട. കാരണം ഇന്നത്തെ എന്റെ നിലയ്ക്കും വിലയ്ക്കും അത് മോശമാണ്. ഗതികെട്ട ഒരു പയ്യന്റെ മനസ്സ് ചേട്ടെങ്കിലും മനസ്സിലാക്കണം. എന്നോട് പാപ്പാക്കണം. ഇന്ന് മനസ്സിലായില്ലേ? ഞാൻ സച്ചിയ നിന്റെ മുമ്പിൽ എച്ചി. ഫോൺ വെച്ചിട്ട് പോയി പണി നോക്കണേ. എനിക്ക് എന്നെ തന്നെ മനസ്സിലാവാണ്ടിരിക്കുമ്പോൾ അവളുടെ ആണാ ഇനി ആരുമില്ല ചോദിക്കാൻ. ഉണ്ട്. ആര്? ജപ്പാൻകാര്. അവരുടെ കണ്ണ് കണ്ടാൽ അറിയാം ജയിക്കാനായി ജനിച്ചവരാന്ന്. അതുകൊണ്ടാ ഓർത്തത് വേറെ ആരുമല്ല, ഞാൻ തന്നെ തെണ്ടി. പിടിക്കേണ്ടടുത്ത് തന്നെ പിടിച്ച് നീ വീണ്ടും നുഴഞ്ഞു കേറിയല്ലേ? ഞാനും അവൻ നിന്നോട്ടാ. ഫോട്ടോ വരുമ്പോ നെഗറ്റീവ് ആണെന്ന് വിചാരിച്ചോളും. ആരൊക്കെ വന്നിരിക്കണേ നോക്കിയേ. എന്നാ പിന്നെ വേറൊന്നും നോക്കാനില്ല. ഇന്ന് മുതൽ ഇവരും നമ്മുടെ നാട്ടുകാരാ. എനിക്ക് എന്റേതായ വഴികളുണ്ട്. നീ ഏതടവയിലത്തെയാ? അങ്ങനെയൊന്നുമില്ല. നിന്റെ വീട് ഏതാ? ഞങ്ങള് വീട് മാറി. അയ്യോ വേണ്ട മോനെ, കുഴപ്പമൊന്നും ഉണ്ടാക്കണ്ട. വേണം, കുഴപ്പം വേണം. പ്ലീസ് എന്നെ ആരും തടയരുത്. നിങ്ങൾക്കാർക്കും വേണ്ടിയില്ല, എന്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി എനിക്ക് ആ നമ്പിയുടെ 2 വാക്ക് വെക്കണം. പ്ലീസ് പ്ലീസ്. എടാ മെസ്സിയുടെ പായമ്പുലിയ പറയണ്ട, കായുള്ളൂ. കായ് കുറച്ച് കൂടുതൽ കൊടുത്താ നല്ല ഫാൻസ്. അവന്റെ അനിയനാണ് നോക്കില്ല. ചവിട്ടിച്ചാൽ ഞാൻ എന്റെ അനിയനോ? പിന്നെ എന്റെ അനിയൻ. തന്റെ കാര്യം ഇവിടെ വലിയ കഷ്ടമാണല്ലേ. കിട്ടില്ലാന്ന് കരുതി ഞാനിത് ഇന്ന് പിന്മാറില്ല. എന്നെ അംഗീകരിക്കണ കാലം പറഞ്ഞവരെ ഞാൻ ഇവിടെ കിടന്നങ്ങോട്ട് പോരാടും. ആഹാ, എത്ര നടക്കാത്ത സ്വപ്നം. എന്താ പോടവട്ടി. ഈ ഇടിവെട്ട് സൂര്യനെ അവർക്കറിയില്ല. മനസ്സിലായടി? എന്നെ ഒന്ന് കൺട്രോൾ ചെയ്യ. ഈ വീട്ടിൽ ആരും ഇല്ലെന്ന്. ഞമ്മക്കൊന്നും ചെയ്യാൻ പറ്റൂല. പക്ഷേങ്കിലേ എന്തിനും പോന്ന 7 ചെക്കന്മാർക്ക് പലതും ചെയ്യാൻ പറ്റും. എന്തേ ഇയാളോ? ഇയാളെന്താ ഇവിടെ? ഇയാളെ എനിക്കറിയില്ല. നിനക്കറിയാടാ? അത് ഇയാളെ എവിടെയോ കണ്ടിട്ടുണ്ട്. ഈ ഗൾഫ് എന്ന് പറഞ്ഞെന്താ ഒരു രാജ്യമാണോ? കൊറേ രാജ്യങ്ങൾ ചേർന്ന ഒരു സ്ഥലം കേട്ടെ. ദൈവം വൈകല്യം തന്ന് ചതിച്ചെങ്കിലും ഇതിനകത്തൊരു മനസ്സുണ്ട്. ആരുടെ മുന്നിലും തോക്കാത്ത പൊക്കമുള്ളൊരു മനസ്സ്. ഈ കണ്ഠകൗവ്യനൊക്കെ കണ്ടാൽ വലിയ ഉദ്യോഗസ്ഥനാണെന്നേ തോന്നുന്നു. പണിയൊന്നുമില്ല അല്ലേ? ആരെയും അങ്ങനെ കുറച്ച് കാണരുത് സുഹൃത്തെ. ഒരൊറ്റ വെള്ളിയാഴ്ച മതി ഒരാളുടെ സ്ഥിതി 180 ഡിഗ്രി തിരിയാൻ. ആരും മോശക്കാരല്ലോ. കൂടെ കൂടി നിന്റെ തനിക്കുണം കാണിക്കാനാണ് ഉദ്ദേശം. അയ്യോ, എനിക്കാകെ ഒറ്റ കോണേ ഉള്ളൂ. സാർ ഇവിടെ ഇത് എങ്ങനെ ഇവിടെ? 7 വർഷം മുമ്പ് ഈ പള്ളിയിലെ പൊന്നും കുരിശ് കെട്ട ഞങ്ങളാ. പ്രാർത്ഥിച്ചതല്ലേ? പുതിയ വീട്ടിലേക്ക് ആദ്യമായിട്ട് വലത് കാലം വെച്ച് കയറല്ലേ? മൊല്ലാക്കാൻ ഊത്ത് പഠിപ്പിക്കല്ലേ? ഹലോ 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 ഹലോ. വളച്ചു കെട്ടില്ലാതെ കാര്യം പറയാം. ഞങ്ങൾ തന്നെ തല്ലാമെന്നതാ. നിന്റെ കാര്യം ഓർക്കുമ്പോ എനിക്ക് സങ്കടമുണ്ട്. ആ പോയ മുതലിനൊക്കെ സഹിക്കണ്ടേ? നമ്മുടെ മുതലാളി ഉണ്ടല്ലോ, ഇവനെ ഞാൻ തട്ടും. ഇവന്റെ അമ്മാവന്റെ കട ഞാൻ ബോംബിട്ട് പൊളിച്ചതാണ്. ശരിക്കും എനിക്ക് എന്നെ അറിയാൻ പാല ഞാട്ടാണ്. സർ, യു കൻ ട്രസ്റ്റ് മീ ഹിയർ. ഈ കേസിൽ ഇതുവരെ നമുക്കുണ്ടായ സകല മാനക്കേടും ഇതോടെ തീരും. ഇവിടെ എങ്ങും കണ്ടിട്ടില്ലല്ലോ. ഞാനിവിടെ ആദ്യമായിട്ടാ. നിനക്കെന്റെ കരൾ എന്നെ പറിച്ചു തരും. ഹനുമാനായിരുന്നെങ്കിൽ ഞാൻ എന്റെ നെഞ്ചി പിളർത്തി കാണിച്ചു തന്നെ. ഹനുമാന്റെ ഫിഗർ ഒക്കെ ഓക്കെ, പക്ഷെ കഴിവ്. ഫ്രാങ്കിനവൻ വെള്ളത്തിലെടുത്തെറിഞ്ഞ പിന്നെ അവനറിയാൻ ഞാൻ നിന്ന് കൊടുക്കേ. അതിനു മുമ്പേ ഞാൻ വെള്ളത്തിൽ ചാടി. നമ്മൾ ആരാ മോൻ? എന്റെ അമ്മേ, ഇത് ഏത് കാലമാടന്റെയാണ്? ഈ കാലമാടന്മാരെക്കാൾ ബെടാ ഇനി വേറൊരുത്തനുണ്ടോ? ഇവന്മാരൊക്കെ എന്ത് ബെടാ സാബല്ലേ ശരിക്കുള്ള സാബ്. പുറകിലിരിക്കുന്ന കൂടിയ പാർട്ടിയാ. പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, വിട്ടേരെ. ഓഹോ, ആരാ മിസ്റ്റർ ഈ പുറകിലിരിക്കുന്ന കൂടിയ പാർട്ടി? ഇണങ്ങിയാൽ ചങ്ക് പറിച്ചു കൊടുക്കും, ഇണങ്ങിയാൽ ചങ്കിടിച്ച് കലക്കും. അതാ ആദിവർമ്മ തമ്പുരാൻ. ചന്ദ്രകോളം തലയിൽ വന്ന് വീണാലും അനങ്ങില്ല. मेरा नाम सकीर, സക്കീർ അലി ഹുസൈൻ. എനിക്കിവര് വിശ്വാസ. ഇവരാ മണ്ണി കുറിച്ചുണ്ടായതാ. ഇവര് നേടും. ഞാൻ മലം മുട്ടി നിൽക്കുന്ന ആനയാണ്. എനിക്ക് അവളെ കെട്ടിയേ പറ്റൂ. എനിക്ക് കെട്ടാൻ മുട്ടിയിരിക്കാണ്. എന്നെ തടയരുത്. നീ പുളിങ്കൊമ്പെന്ന് വിട്ടുപിടി. നിങ്ങളുടെ കല്യാണം ഞാൻ ഒരു കോലത്തും നടത്തില്ല. എന്ത് നോക്കി നിക്കുവാടി? നീ റൈറ്റിലോട്ട് പോ, നീ ലെഫ്റ്റിലോട്ട് പോ. ഹലോ, ഞാൻ ദാസപ്പൻ രാജാവാ. പുറകിലെ വാതിലറിയോ? ആ വാതില് തുറന്ന് പുറകിലെ കണ്ടം വഴി ഓടിക്കോ. സാറേ, എനിക്ക് പ്രൊട്ടക്ഷൻ വേണം. സാറേ, എനിക്ക് പ്രൊട്ടക്ഷൻ വേണം.
പക്ഷെ എനിക്ക് നീ ഒരു സാധനം കൊണ്ടുവന്ന് തരണം. ഭയം ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഇത്രയുള്ള ഇത് ഞാൻ ഏറ്റി. നല്ല ഫോമിലാണല്ലോ. എന്നാ ഫോമിലല്ലാത്ത ആര് പറഞ്ഞു അവൻ എത്തിയിട്ടില്ലാന്ന്? അവൻ ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ ഉണ്ടോ? എവിടെ? പക്ഷെ കൊണ്ടുപോകുന്നതിന് മുമ്പ് അവനെ എന്റെ മുമ്പിലിട്ടൊന്ന് പെരുമാറണം. കഷ്ടമായില്ല, കിട്ടിയോ? ഇല്ലെന്ന് വാതിലൊന്നും തുറന്നിട്ടില്ല. കാട്ടാപ്പള്ളിയുടെ റെക്കമെൻഡേഷനിലാണ് ജോലി കിട്ടിയതെങ്കിൽ അത് വേണ്ടെന്ന് വെച്ചിട്ട് പോരാനാണ് എന്റെ തീരുമാനം. ഏതായി ചപ്രത്തലേ? എന്നെ മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പൊ നീ ഞാൻ വെടിവെക്കാൻ വന്ന എന്നാ ആ ചെക്കനെ നമുക്ക് ഇവിടുന്ന് ഓടിക്കണ്ടേ? അതിനല്ലേ ഞാൻ ഇത്ര നാളായിട്ട് ശ്രമിക്കുന്നത്, പറ്റുന്നില്ലല്ലോ. പറ്റും, അതിനുള്ള ചില പരിപാടികളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അയാൾ എന്തൊക്കെയോ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. എന്താണെന്ന് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. എന്തിനാടാ എന്നെ കൊല്ലാനായി കാലനായിട്ട് അവതരിച്ചിരിക്കുന്നത്? ഉറപ്പായിട്ടും ജംഷേ, നമ്മള് സ്കെച്ച് ചെയ്താ കിട്ടുന്ന ആൾക്കാരൊക്കെ ഉള്ളൂ. എന്നിട്ട് ഷോ കാട്ടുന്നത്. നീ ആദ്യം ഇവിടെ നിന്റെ ഹീറോയിൻ ആക്കാൻ നോക്ക്. കൊല്ലം കുറെ ആയാലും രണ്ടും കൂടി ചക്കീം ചങ്കരനുമായിട്ട് നടക്കാൻ തുടങ്ങിയിട്ട്. ഹൈ, എന്തുട്ടി ഇരിക്കണേ? നമുക്ക് ഇതുപോലെ ഒരു കാർഡടിച്ച് നാട്ടുകാർക്ക് സദ്യ കൊടുക്കണ്ടേ? കാത്തിരിക്കും എന്ന നിന്റെ വാക്ക് അതാണ് ഇവിടെ എത്തിച്ചത്. ഇനിയും ഞാൻ കാത്തിരിക്കണം. ജന്മബന്ധം കൊണ്ടല്ല, കർമ്മബന്ധം കൊണ്ട് പുരുഷൻ ഗർഭം ധരിച്ചുണ്ടാകുന്ന കൂടപ്പുറപ്പാണ് സുഹൃത്ത്. അങ്ങനുണ്ടായ കൂടപ്പുറപ്പാ ഇവനെനിക്ക്. എന്ത് ചെയ്യാനാടാ? വിട്ടുകളാ. അതങ്ങനെ വിട്ടുകളൊന്നും പറ്റില്ലേട്ടാ. ഈടാ ആള് പോയില്ലേ, ഇനി എന്ത് ചെയ്യാനാ? ആളെ പോയിട്ടു, ആളോട് ഇഷ്ടം പോയിട്ടില്ലല്ലോ. ഞാൻ കരിമോർക്കന്റെ മാളത്തിലാണോ കൈയിട്ടിളക്കിയത്? എന്താ വരണ്ടു പോയി? പത്മനാഭൻ ഉണ്ടെന്നുള്ള ഒറ്റ ബലത്തിലാ ഞങ്ങൾ അയാളെ എതിർത്തത്. അച്ഛനിപ്പോ ഇവരെ പോലെ വലിയ മഹാനാണെന്നൊന്നും ഞാൻ പറയണില്ല. എന്റെ ഭഗവാനെ കാത്തുരക്ഷിക്കണേ. 5 കാനഡ നയ പൈസ ഇല്ല. ഞങ്ങളാരും ഏറ്റെടുക്കുന്നുണ്ടാ, ഈ കല്യാണം തന്നെ ഏറ്റെടുക്കാവുന്നവരാ. അതെ, എന്നാ പിന്നെ എല്ലാം പറഞ്ഞു പോലെ. എന്ത്? അല്ല, ഞങ്ങൾ പോയിട്ട് പിന്നെ വരാം. എങ്ങോട്ട് പോയിട്ട്? ഓരോ തവണ മീറ്റിന് ട്രാക്കിൽ ഇറങ്ങുമ്പോഴുണ്ടല്ലോ പേടിയാണ്. എങ്ങനെ രണ്ടാമതായി നിങ്ങളെങ്ങനെ ഫേസ് ചെയ്യുന്ന ഓർത്തിട്ട്. ഈ അവസരത്തിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക, എന്റെ പൊതുവാൾമാഷ് ഇവിടെ വന്നിരുന്നെങ്കിലെന്ന്. ആര് പറഞ്ഞു വന്നിട്ടില്ലെന്ന്? ഞാൻ വന്ന ബാല ആയിരിക്കില്ല, അവിടെ ചവിട്ടുനാടകമായിരിക്കും നടക്കുന്നത്. അതാണല്ലോ നമുക്ക് വേണ്ടത്. നിങ്ങൾ രണ്ടുപേരും കൂടെ കൂടിയാലേ ഉത്സവം ഒന്ന് കൊഴുക്കും. അതെ, അച്ചുവേട്ടനാണെങ്കിൽ ഇപ്പൊ പഴയ പോലെ ഒരു ഉഷാറും ഇല്ലെന്നേ. എന്നാ இங்க இருக்க அமெரிக்கா உன்னை மேனேஜரை ப்ரமோட் பண்ணி அங்க அனுப்ப போறேன். ആക്ഷൻ. കളഞ്ഞി. ഇതെല്ലാം മാറി നല്ല സമയം വരുമെന്നേ. അതിനു വേണ്ടിയുള്ള ശ്രമത്തിലാ. ശരിയാവുമായിരിക്കും അല്ലേ? പിന്നെ ഇത് വെറും ട്രെയിലറ്. ഇവിടെ കിടന്ന് കൂടുതൽ വിളഞ്ഞ ഫുൾ പടം ഞാൻ ഇറക്കുവേ. അപ്പോ വരട്ടെ കൂട്ടുകാരാ.